സിദ്ദിഖ് എംഎൽഎക്കെതിരെ ആരോപണവുമായി ജസ്ന സലീം. 2017 താൻ നൽകിയ പീഡന കേസ് അട്ടിമറിക്കാൻ സിദ്ദിഖ് എംഎൽഎ ഇടപെട്ടുവെന്നും തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന് പിന്നിൽ ബിജെപി നേതാക്കളാണെന്നും ജസ്ന ആരോപിച്ചു. അതേസമയം തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ടി സിദ്ദിഖ് നിഷേധിച്ചു. കൃഷ്ണചിത്രം വരച്ച് പ്രശസ്തിയായ ജസ്ന സലീമാണ് കോൺഗ്രസ് നേതാവും എംഎൽഎയുമായ ടി സിദ്ദിഖിനെതിരെ രംഗത്ത് വന്നത്. 2017 ക്യാപിറ്റൽ വിഷൻ 24x7 എന്ന ചാനലിലെ അവതാരകൻ റോഷനെതിരെ താൻ നൽകിയ പീഡന പരാതി ടി സിദ്ദിഖ് ഇടപെട്ട് അട്ടിമറിച്ചുവെന്നാണ് ആരോപണം. റോഷന്റെ ബന്ധു കൂടിയായ സിദ്ദിഖ് ഇടപെട്ട കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനായ മാറാട് എസ്.ഐ തോമസ് ആണ് തന്നെ അറിയിച്ചതെന്നും ജസ്ന പറഞ്ഞു. കേസിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ RSS BJP നേതാക്കൾ പീഡന പരാതി ചൂണ്ടിക്കാട്ടി തന്നെ ഹണി ട്രാപ്പുകാരിയായി ചിത്രീകരിക്കുകയാണെന്നും ജസ്ന പറഞ്ഞു. എസ്.ഐ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്.ഐ ആയിരുന്നു. അവര് അറസ്റ്റ് ചെയ്യാൻ പോയെടുത്തുനിന്ന് ഇവർ അറസ്റ്റ് ചെയ്യാണ്ട് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാറേന്ന്? അത് ഞങ്ങളെ സിദ്ദീഖ് വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ്. ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ MLA ആണ് എല്ലാവിധ സപ്പോർട്ടും ഓൾക്ക് ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് എന്തിനാണ് എന്നെങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് ചോദിക്കാനുള്ള. അല്ലെ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ. ഏതെങ്കിലും ഒരു വ്യക്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചെന്നോ അല്ലെ ഏതെങ്കിലും ഒരു വ്യക്തിനെ ഞാൻ ഹണി ട്രാപ്പ് പെടുത്തിയെന്നോ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരട്ടെ വരും. അതേസമയം ആരോപണം ടി സിദ്ദിഖ് MLA നിഷേധിച്ചു. റോഷൻ തന്റെ ബന്ധുവല്ലെന്നും കേസിനെ സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും സിദ്ദിഖ് പറയുന്നു. അങ്ങനെ സംഭവമില്ല. എനിക്ക് ഞാനൊന്നാമത് അങ്ങനെയുള്ള വായിക്കുന്ന കേസുകളിൽ സൂക്ഷിച്ചും മറ്റു രീതിയിൽ ഇടപെടുള്ളൂ. അവര് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് അവരോട് ആരാണ് ഇതിങ്ങനെ തെറ്റായി ധരിപ്പിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ശരിയല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കേസിൽ ഇടപെട്ടിട്ടേ ഇല്ല. ക്യാപിറ്റൽ വിഷൻ 24x7 എന്ന ചാനലിലെ അവതാരകനായ റോഷൻ താങ്കളുടെ ബന്ധുവാണെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ എനിക്കൊരു ബന്ധുല്ല. ബേസിക്കലി അങ്ങനെ ഒരു ബന്ധു ഇല്ല. താങ്കൾ ആ കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണോ? അതെ, അങ്ങനെ ഒരു ബന്ധുവില്ല. എനിക്ക് അങ്ങനെ കേസ് എനിക്ക് അറിയില്ല. കേസിൽ തുടരന്വേഷണത്തിന് അപ്പീൽ നൽകാനാണ് ജസ്നയുടെ തീരുമാനം. സൈബർ ആക്രമണങ്ങൾ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകും. കൈരളി ന്യൂസ്, കോഴിക്കോട്.